ഒരു സംഭവം അത് പണ്ടൊരു ഇതുണ്ടായിരുന്നു. അത് മാസികയിലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ്. എൻ്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല. നന്നായിട്ടുണ്ട്. അതായത് കല്യാണ സൗന്ദര്യം എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ദിലീപാണ് നായകൻ, ജഗദീഷ് ചേട്ടൻ്റെ എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ദുബായിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഹായ് ദീദി മാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം. അപ്പൊ അവിടെ വരുമ്പോ ഈ ദിവ്യോണിയുടെ ആയത്തപ്പട അങ്ങനെ വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു, സാറേ എന്റെ മുറച്ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് കലാഭവൻ മണിയാ. അയ്യേ, അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതന്നത്തെ ചോരത്തിളപ്പിന് എനിക്കൊന്നും വേണ്ട. അയ്യോ, ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട. അയ്യേ, എന്തത്, എനിക്ക് എന്റെ മുറച്ചെറുക്കൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം. അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. പിന്നെ ഈ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ ദൈവം തരുന്നതാ, അതിലാരും അസൂയപ്പെട്ടത് കാര്യമില്ല. അപ്പൊ വിനയ സാറിനോട് കുട്ടി ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട, തീരുമാനം ഉടനെ എടുത്തേക്കാം. അതുകൊണ്ട് നമുക്ക് നായികയെ മാറ്റാം. ആരാ പറഞ്ഞിട്ടുണ്ട്, പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന്. ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലം ആയസും പോയി എൻ്റെ അഴകും പോയി. എന്താ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാവിട്ടടിക്കണ കുഞ്ഞാത്തൂൻ കൂടെ നടന്ന പണിക്കാര് ചൊല്ലണ് ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ. അതേടി പോടീന്ന് പറഞ്ഞത് മനസ്സിലായില്ലേടി, കടന്നു പോടീന്ന്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.